ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കുറച്ച് ഹോം മെയ്ഡ് സ്റ്റിക്കേഴ്സാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് വേണ്ടത് ഒരു A4 ഷീറ്റാണ് കേട്ടോ. എന്നിട്ട് നമുക്ക് അതിൽ ഇഷ്ടമുള്ള പിക്ചേഴ്സ് ഒന്ന് വരച്ചു കൊടുക്കാം. അങ്ങനെ എന്താ, ഞാൻ പിക്ചേഴ്സൊക്കെ വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിനെ ഒന്ന് കളർ ചെയ്തെടുക്കണേ. ഈ ബ്രഷ് പെൻ സെറ്റ് നമ്മൾ നമ്മുടെ ചാനലിന് വേണ്ടി വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്കൊന്ന് കളർ ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഞാൻ ഫസ്റ്റ് തന്നെ ക്യാരറ്റിന് വേണ്ടിയിട്ട് ഒരു ഓറഞ്ച് കളറാണ് എടുത്തേക്കുന്നത്. അങ്ങനെ ക്യാരറ്റ് കൊടുത്തേക്ക് എൻ്റെ ലീഫിന് വേണ്ടിയിട്ട് ഒരു ഗ്രീൻ കളർ എടുക്കാം. അങ്ങനെ ഇതുപോലെ നമുക്ക് എല്ലാം ഒന്ന് കളർ ചെയ്തെടുക്കാം. ഇങ്ങനെ എല്ലാം കളർ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ തന്നെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണേ. കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ കുറച്ച് വൈറ്റ് ബോർഡർ വിട്ടിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്. എന്താ നമുക്കിത് അങ്ങനെ ഞാൻ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് സെല്ലോ ടേപ്പിലൊന്ന് കവർ ചെയ്തെടുക്കണം. അതായത് ഇത് നമുക്ക് സെല്ലോ ടേപ്പിലൊന്നിങ്ങനെ ഒട്ടിച്ചെടുക്കണം. അങ്ങനെ നമ്മളെല്ലാം ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. ഇനിയിപ്പോൾ ഇതിനെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണേ. കട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ കട്ട് ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് ഇതിൻ്റെ നമ്മൾ നേരത്തെ കൊടുത്ത പോലെ ബോർഡർ ഇങ്ങനെ കുറച്ച് വിട്ടിട്ട് കട്ട് ചെയ്താൽ മതി. എനിക്കിപ്പോൾ അതിനുള്ള മടിയാണ്, അത് കാരണം ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തതാണ്. ഇങ്ങനെ കട്ട് ചെയ്യാണ് എളുപ്പം. എന്താ നമ്മൾ എല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞു. എന്താ നമ്മുടെ സ്റ്റിക്കേഴ്സൊക്കെ സെറ്റായിട്ടുണ്ട്. എന്താ ഇനി നമ്മുടെ സ്റ്റിക്കേഴ്സ് നമുക്ക് എവിടെയെങ്കിലൊക്കെ ഒട്ടിച്ചു കൊടുക്കാം. ഞാൻ എൻ്റെ ഒരു ഡയറിയിലാണ് ഒട്ടിക്കുന്നത്. ബാക്കിയുള്ള സ്റ്റിക്കേഴ്സൊക്കെ ഞാൻ മുന്നേ ഉണ്ടാക്കിയിട്ടുള്ളതായിരുന്നേ. ഇപ്രാവശ്യം ഒരു ക്ലൗഡിൻ്റെ സ്റ്റിക്കർ കൂടിയിട്ടുണ്ട്. അങ്ങനത്തെ ഇഷ്ടമായിരുന്നെങ്കിൽ നമ്മുടെ ചാനലിന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഈ ഒരു വീഡിയോസ് ചാനലിലെ ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ ബൈ.